അമ്മയ്ക്കിനി അധികം നാളില്ല. മോള് പോയി അച്ഛനെ കാണണം. അമ്മ വിളിക്കുന്നു എന്ന് പറയണം. മരിക്കുന്നതിന് മുൻപ് എനിക്ക് നിന്റെ അച്ഛനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണം. എന്റെ മോള് ഇപ്പൊ തന്നെ പോകണം. ഞാനിപ്പൊ തന്നെ പോകാം. മോളെ, റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കുറച്ചു ദൂരം വടക്കോട്ട് നടക്കണം. ആദ്യം കാണുന്ന വലിയ വീട്. അങ്ങനെയാണ് നിന്റെ അച്ഛൻ പറഞ്ഞത്. ഗേറ്റിൽ നിന്റെ അച്ഛന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാവില്ല. എന്താ കുഞ്ഞ്? ഇവിടുത്തെ മുതലാളിയെ ഒന്ന് കാണണം. മുതലാളി പുറത്തു പോയിരിക്കുക. എപ്പോ വരും? അത് പറയാനൊക്കത്തില്ല. ചിലപ്പോ രാത്രി 8 മണിയാവും, ചിലപ്പോ 10 മണിയാവും, ചിലപ്പോ 12 ആവും. കുഞ്ഞു പോയിട്ട് നാളെ കാലത്ത് വാ. ഞാൻ ഒരുപാട് ദൂരെ നിന്നാ വരുന്നത്. അയ്യോ, എന്ന് പറഞ്ഞാലിപ്പോ എന്ത് ചെയ്യാനാ? പാതിരാക്കെങ്ങാനുമാണ് മുതലാളി വരുന്നതെങ്കിൽ അതുവരെ കുഞ്ഞിവിടെ കാത്തു കൂത്തിരിക്കൂ. ഗോപാല, എന്തോ? ഏതാ കുട്ടി? മുതലാളിയെ കാണാവുന്നതാ. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഇവിടത്തെ കൊച്ചമ്മയാണ്. വാ, അകത്തേക്ക് പോവാം. വരൂ. കുഞ്ഞെ, മരിച്ചുപോയ വലിയങ്ങന്നാണ്. വാ. ഗോപാലം പോയിക്കോളൂ. കുട്ടിയുടെ പേരെന്താണ്? മുജി. വീട് എവിടെയാണ്? കോട്ടയം. ഇവിടെ എന്തിനാണ് വന്നത്? ഇവിടുത്തെ ആളിനെ കാണാൻ വന്നതാണോ? അതെ. ഇവിടുത്തെ ആളിനെ കുട്ടിക്ക് അറിയാമോ? എനിക്കറിയില്ല, അമ്മയ്ക്കറിയാം. അമ്മയ്ക്കോ? കുട്ടിയുടെ അമ്മ ആരാ? ടീച്ചറല്ലേ. ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്. എന്തിനാ കുട്ടി ഇവിടുത്തെ ആളിനെ കാണാൻ വന്നത്? അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കാണണമെന്ന്, വീട്ടിൽ ചെല്ലണമെന്ന്. അയ്യോ കുട്ടിക്ക് വീട് തെറ്റിപ്പോയതാണ്. ഇല്ല, ഇവിടുത്തെ അഡ്രസ് തന്നെയാണ് അമ്മ കുറിച്ച് തന്നത്. ഓഹോ, അഡ്രസ് അങ്ങ് വെച്ചിട്ടുണ്ടോ? എവിടെ നോക്കട്ടെ. ഇവിടുത്തെ ആളെ എങ്ങനെ അറിയുമെന്നാണ് അമ്മ പറഞ്ഞത്? അത് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എന്താ കുട്ടി ഇത്? ഇവിടെ പണമുണ്ടെന്ന് വെച്ച് അദ്ദേഹത്തെ അവമാനിച്ച് മുതലെടുക്കാമെന്ന് കരുതി നിന്നെ പറഞ്ഞയച്ചാണോ നിന്റെ അമ്മ? അദ്ദേഹം നിന്റെ അച്ഛനാണോ? എന്താണ് തെളിവ്? അമ്മ തന്നയിച്ചിട്ടുണ്ട്. അമ്മ തന്നയിച്ചിട്ടുണ്ടെന്നോ? അനാവശ്യം പറയരുത്. എന്താണ് തന്നയച്ചത്? ഇത് അമ്മയുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ്.
എന്റെ അമ്മ മരിക്കാൻ കിടക്കുകയാണ്. അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്ക് അച്ഛനോട് പറയണം. അച്ഛൻ വീട് വരെ ഒന്ന് വരണം. അത് പറയാനാണ് ഞാൻ വന്നത്. അദ്ദേഹം വരട്ടെ, കുട്ടി കരയണ്ട. അമ്മയുടെ പേരെന്താണ്? സതി. കാത്തു, കാത്തു, എന്തോ? ഇവൾക്ക് കാപ്പി കൊടുക്കണം. പിന്നെ വടക്കേ കൂടി തുറന്നു കൊടുക്കൂ. കാത്തുവിന്റെ കൂടെ ചെല്ലു. കാപ്പി കുടിച്ചിട്ട് കുളിച്ച് വിശ്രമിക്കൂ. ഹലോ, ഞാൻ മാലിന്യാണ്. അദ്ദേഹം അവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ വന്നില്ല. ഹലോ, ഞാൻ മാലിന്യ. അദ്ദേഹം ഉണ്ടോ അവിടെ? ഇല്ല, ഇവിടെ പോയിട്ട് അരമണിക്കൂറായി. ക്ലബിൽ പോകേണ്ടെന്ന് വിചാരിച്ചതാണ്. ഫെർണാണ്ടസ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അതാണ് ഞാൻ ഇത്ര വൈകിയത്. എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇന്ന് എസ്റ്റേറ്റിൽ നിന്നും രവി വിളിക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. വിളിച്ചില്ലേ? മാലിനിയോടാണ് ചോദിച്ചത്. നിങ്ങളെ ആരും വിളിച്ചില്ല. ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു. എന്തിനാണ് വിളിച്ചത്? നീ എന്താണ് ആലോചിക്കുന്നത്? ഒരു വഞ്ചനയെ കുറിച്ച്. വഞ്ചനയെ കുറിച്ചോ? ആരെ വഞ്ചിച്ചു? എന്നെ. നിങ്ങൾ. മാലിനി, എന്താണത്? നിനക്കെന്ത് പറ്റി? പറയൂ. പറയാം. സതിയെ അറിയുന്നു. ഏത് സതി? ഒരു ടീച്ചർ. അവരെ അറിയുന്നു. എനിക്കങ്ങനെ ആരെയും അറിയില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് വരെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കള്ളം പറഞ്ഞപ്പോൾ അതൊരു വേദനയായി മാറി. മാലിനി, ഞാൻ കള്ളമല്ല പറഞ്ഞത്. നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോ എന്തോ പറഞ്ഞു. അത് വിശ്വസിച്ചുകൊണ്ടാണ് നീ അതും ഇതും പറയുന്നത്. സതി, നിങ്ങൾ വിവാഹം കഴിച്ചില്ലേ? ഇല്ല മാലിനി, ഇല്ല. നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു പെണ്ണ് നീ എന്റെ ഭാര്യയാവുന്നതിന് മുൻപ് അവളുമായി എനിക്ക് അത് ഭാര്യയോട് പറയാൻ കൊള്ളാവുന്നതെന്ന് തോന്നിയില്ല. അതുകൊണ്ട് പറഞ്ഞില്ല. നിങ്ങൾ അവളെ വിവാഹം കഴിച്ചിരുന്നു? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതാ വിവാഹ സർട്ടിഫിക്കറ്റാണ്. ഞാൻ അന്വേഷിച്ചു പോയതല്ല.
പെണ്ണുങ്ങൾ എന്നെ തേടി വന്നതാണ്. സതി ഇവിടെ വന്നിരുന്നോ? ഇല്ല. പിന്നെ നിങ്ങളുടെ മകൾ വന്നിട്ടുണ്ട്. എന്റെ മകളോ? അതെ. എല്ലാ സ്ത്രീകളും എന്നെപ്പോലെയാണോ? വിവാഹം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ലേ? എനിക്ക് കുട്ടികളില്ല. ഉണ്ട്. നല്ല കുട്ടി. അവൻ വടക്കേ മുറിയിലുണ്ട്. ടീച്ചറിന് എങ്ങനെയുണ്ട്? ഇപ്പോഴൊന്നുമില്ല. കുറച്ചു മുമ്പ് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ടാണ് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയത്. സതിരിക്കൂ. എനിക്ക് സതിയോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഇന്നലെ രാത്രി അച്ഛന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ വീട്ടിലെത്തണമെന്ന്. ഇപ്പോ പോകണ്ട വിജയേട്ടാ. അച്ഛന്റെ സ്വഭാവം സതിക്ക് അറിഞ്ഞുകൂടാ. രാജകൽപ്പനയാണ്. ഫോണിന്റെ റിസീവർ വെച്ച ഉടനെ വണ്ടി കയറേണ്ടതാണ്. സതിയോട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് ഇത്രയും വൈകിയത്. പോകാണ്ടെന്ന് തീരുമാനിച്ചു. പോകാതിരിക്കാൻ പറ്റില്ല സതി. ഇനി വിജയേട്ടൻ ഇങ്ങോട്ട് വരണമെങ്കിൽ അച്ഛൻ പറഞ്ഞാലല്ലേ വരൂ. സതി എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാനൊരു പാവമാണ് വിജയേട്ട. എന്തിനാ കരയുന്നത്? വിജയത്തിന് അത് മനസ്സിലായില്ലേ? സതി, നമ്മൾ സ്നേഹിച്ചു. ഈ ബന്ധത്തിൽ വിജയത്തിന് നേട്ടമാണുള്ളത്. എനിക്ക് എന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. സതി, സതി എന്താണ് ഈ പറയുന്നത്? എത്രയോ പെണ്ണുങ്ങൾ ഇതുപോലെയുള്ള ചതിയിൽ കുടുങ്ങിയിരിക്കുന്നു. എന്റെ വിധി അത് തന്നെയാണ്.
സതി, എന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിപ്പോയി വിജയേട്ട, തെറ്റിപ്പോയി. ഞാൻ പോയിട്ട് ഉടനെ മടങ്ങി വരും സതി. ഇല്ല, നിങ്ങൾ ഒരിക്കലും വരില്ല. നിങ്ങൾ എന്നെ ചതിക്കും. സതിക്ക് എന്നെ വിശ്വാസമില്ലേ? നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളെന്നെ വഞ്ചിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിക്കുകയാണ്. ശരി, ഞാനൊന്ന് പോകുന്നില്ല. നിന്നെ ഒരിക്കലും വഞ്ചിക്കയില്ലെന്ന് നാളെ നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ അവിടുന്ന് പോകും. Wish you happy married life. താങ്ക്സ് സർ. ഇരിക്കു വിജയ. എന്താ അരി? നീ നമുക്ക് ഇറങ്ങിയോ? കാര്യം എന്താണെന്ന് പറയൂ സതി. എന്താ സതി ഇത്? എന്താ വിജയനെങ്കിലും പറഞ്ഞുകൂടെ? എന്ത് സംഭവിച്ചു? അത് പറയാനാണ് ഞാൻ വന്നത്. എങ്കിൽ പറയൂ. ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടാണ് വരുന്നത്. വിജയൻ, ഇത് സത്യമാണോ സതി? അതെ, സത്യമാണ്. സതി, നീ എന്താണ് കാണിച്ചത്? നിന്റെ അച്ഛൻ പിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ മനുഷ്യനോട് ഞാൻ എന്ത് സമാധാനം പറയും? വിജയൻ, നിങ്ങൾ എന്തൊരു അഭിമാനമാണ് കാണിച്ചത്. ഇവളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് വേണമായിരുന്നു. ഇവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. നിനക്കും അച്ഛനില്ലേ, കുടുംബമില്ലേ? ഇവരൊക്കെ കൂടി ആലോചിച്ചിട്ട് വേണ്ടായിരുന്നു ഇക്കാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള ധൈര്യമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. ഞാൻ നിങ്ങളുടെ വീട്ടുകാരുമായി ആലോചിച്ച് നിങ്ങളുടെ വിവാഹം നടത്തി തരില്ലേ? ടീച്ചർ, സതിയുടെ അച്ഛന്റെയോ അമ്മയുടെയോ സമ്മതം ടീച്ചറിന് വാങ്ങാൻ കഴിയും. എന്റെ വീട്ടിലെ സ്ഥിതി അതല്ല. സതിയെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിനായി എന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടുകയില്ല. അതാണ് എന്റെ അച്ഛൻ. വിജയൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചർ, ഞാനിവളെ സ്നേഹിച്ചു. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു. എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഞാനിവളോട് യാത്ര ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞത് ഞാനിവളെ വഞ്ചിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കഥകൾ അത്തരത്തിലുള്ളതായിരിക്കാം. ഇവളെ വിവാഹം കഴിക്കാതെ എനിക്ക് പോകാം. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഞാൻ വഞ്ചകനും ചതിയനുമാണെന്ന് കരുതി ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഒരു നിമിഷം പോലും ഇവൾ എന്നെ അങ്ങനെ കരുതാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ രജിസ്റ്റർ വാൻ ചെയ്തത്. പറയൂ ടീച്ചർ, ഞാൻ ചെയ്തത് തെറ്റാണോ? ശരിയാണ്. ഒന്നിനും കൊള്ളില്ല. ഞാൻ ദിവസവും പറയാറുണ്ട് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഇതൊക്കെ വായി വെച്ചേ കൊള്ളൂ. ആരെങ്കിലും കഴിക്കൂ. കൃഷ്ണ കാത്തു മനുഷ്യന്ന് വന്നിരിക്കുമ്പോ കഴിക്കാൻ കൊണ്ടിരിക്കുന്നത് നോക്കിയാണ്. ഞാൻ പട്ടിണിയായിരുന്നു മരിക്കണമായിരിക്കും. കഴിഞ്ഞു ഒന്നിനെ അമ്മവ, അമ്മ ഇത് കഴിക്കൂ. ഇത് നീ കൊണ്ടുവരേണ്ടായിട്ട് വന്നു അല്ലേ? കഴിക്കൂ അമ്മവ. എന്താ മുറിയിലുണ്ട്. ഇവിടെ വരാൻ ഞാൻ നിനക്ക് ഫോൺ ചെയ്തിട്ട് 3 ദിവസമായി. ഉടനെ വരാൻ പറ്റിയില്ല. മനസ്സിലായി. നീ ഇനി എസ്റ്റേറ്റിലേക്ക് പോണ്ട. എസ്റ്റേറ്റിലെ എല്ലാ കാര്യങ്ങളും രവി നോക്കിക്കൊള്ളൂ.
നീ പോയി കുളിച്ച് വിശ്രമിക്കൂ. രവി, നീ എന്തിനാ വന്നത്? നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ. ഞാൻ വൈകുന്നേരം തന്നെ പോയിക്കോ. വേണ്ട, ഏതായാലും വന്നില്ലേ, 2 ദിവസം നിന്നിട്ട് പോയാൽ മതി. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. പോയിക്കൊള്ളൂ. രവി, ഇവളെ കൂടെ കൊണ്ടുപോയിക്കൊള്ളൂ. രവി, കണക്കുകളെല്ലാം കൃത്യമായി എത്തിക്കണം. എത്തിക്കാം. വിജയനോട് അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അച്ഛൻ എന്തിനായിരിക്കും വിളിപ്പിച്ചത്?
നിനക്ക് വല്ല വിവാഹാലോചനയും വന്നിട്ടുണ്ടാവും. നീ എന്താ ആലോചിക്കുന്നത്? ജീവിതത്തിനെ കുറിച്ച് എനിക്കുള്ള കാഴ്ചപ്പാടല്ലല്ലോ നിനക്കുള്ളത്. അമ്മാവൻ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം. വിജയത്തിന്റെ കല്യാണ കാര്യത്തിനൊന്നുമല്ല അമ്മാവൻ വിളിപ്പിച്ചത്, വേറെന്തെങ്കിലും ആയിരിക്കും. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ പോകുന്നു. ചേട്ടൻ എന്താ എനിക്ക് എഴുത്തെഴുതാത്തത്? എഴുതാൻ എന്തെങ്കിലും വേണ്ടേ? അത് കൊള്ളാം, വിശേഷം ഉണ്ടെങ്കിൽ എഴുതിയുള്ളോ? വല്ലപ്പോഴെങ്കിലും ചേട്ടന്റെ എഴുത്ത് കിട്ടുന്ന എനിക്കൊരാശ്വാസമല്ലേ? സത്യത്തിൽ ഈ ആഴ്ച നിനക്ക് എഴുതാനിരുന്നതാണ്, അപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. ഗംഗാധരൻ അങ്ങോട്ട് വിളിക്കൂ. ഗംഗാധര, എസ്റ്റേറ്റിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിശേഷമില്ല, ജോലിയെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. പ്രേമം തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്റെ പൊന്നു മുതലാളി, എനിക്ക് ഇത്രയും പ്രായമായി. ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് മുതലാളി വരുന്ന ചോറ് സത്യമായിട്ട് ഞാൻ എന്റെ ഭാര്യയല്ലാതെ വേറെ ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല. ഞാൻ വിജയന്റെ കാര്യമാണ് ചോദിച്ചത്. എന്താ മിണ്ടാത്തത്? പറയൂ, വിജയൻ അവിടെ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല മുതലാളി, വിജയൻ കുഞ്ഞിന് അങ്ങനെ ഒരു ബന്ധവുമില്ല. കള്ളം പറയരുത്. ആരോ എനിക്കൊരു എഴുത്തയച്ചിട്ടുണ്ട്. ആരാണെന്നറിയില്ല. ഒന്നുമില്ലാതെ അങ്ങനെ എഴുതുമോ? അങ്ങനെ വിജയൻ കുഞ്ഞിന് അങ്ങനെയുള്ള ഒരു ചീത്ത സ്വഭാവവുമില്ല. കുഞ്ഞിനോട് വിരോധമുള്ള ആരെങ്കിലും വെറുതെ എഴുതി അയച്ചതായിരിക്കും. ഞാനിത് വിശ്വസിക്കണമോ? ഞാൻ സത്യമാണ് പറഞ്ഞത്. ശരി, നാളെ വിജയന് അവിടെ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യണം? എന്റെ പൊന്നങ്ങനെ ഞാൻ കള്ളം പറഞ്ഞാൽ വിജയൻ കുഞ്ഞിന് അങ്ങനെ അവിടെ ഒരു ബന്ധമുണ്ട്. എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി. ഗംഗാധരൻ പോയിക്കൊള്ളൂ. ഞാൻ എന്തിനാണ് ഈ വാതിൽ അടച്ചതെന്നറിയാമോ? അറിയൂടെ. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഈ മുറിക്കകത്ത് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. ഓ, ഞാനിത് ആരോടും പറയില്ല മോനെ. ഓ, വന്ന് കയറിയില്ല, അപ്പോഴേക്കും അവൻ തുടങ്ങി. വന്നാൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞാനങ്ങ് പോയിക്കോളാം. ഇവിടെ വേണം. ഒരു കാര്യം പറഞ്ഞേക്കാം, എടാ വാടാ ഒന്നും വിളിക്കരുത്. റെസ്പെക്ട് തരണം. അവന്താനാണ് ഞാൻ. My dear ചേച്ചി, how are you? तुम कैसे हो? कैसे हो? बोलो. कैसे हो? कैसे हो? ഇതാരാണെന്ന് അറിയാമോ? ഇതാണ്. ഞാൻ പറയാം. സരി നല്ല കുട്ടിയാണ്. ഇവിടെ എനിക്കും സരിക്കും സുഖം തന്നെ എന്ന് സ്വന്തം ചേച്ചി. എന്താ? സോറി സരി, ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഓ, മതി മതി, പോയി കുളിച്ചിട്ട് വരണം. ചേച്ചി, ചേച്ചി, എന്താ പ്രസാദ്? ചേച്ചി ചീപ്പ് എവിടെ? ആ, ദാ വരുന്നു. ആ ചീപ്പ് ഒന്നും ഇട്ട് കൊടുക്ക, ഇല്ലെങ്കിൽ അവൻ ഈ വീട് നാലാക്കും. മുടി പേനുണ്ടോ? ഇത് സതിക്കാണ്. സതി എവിടെ? അവള് മുറിയിലുണ്ടാവും. ഞാൻ സതിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ വാങ്ങിച്ചോളൂ. ഒന്നും തോന്നരുത്, എനിക്കിത് വേണ്ട. എന്താ സതി? അവൻ സന്തോഷത്തോടു കൂടി തരുന്നതല്ലേ? എനിക്ക് വേണ്ട ടീച്ചർ. സതി,
ഒരു സഹോദരൻ തരുന്നതായിട്ട് കരുതിയാൽ മതി. ചേച്ചി, ഇറച്ചിക്കറി വാര വാ. കഴിച്ചിട്ട് പോടാ. അസലായിട്ടുണ്ട് ചേച്ചി. സതി വെച്ചതാ. താങ്ക്സ് സതി. ചേച്ചി, ഞങ്ങൾ ആസാമിൽ വെച്ച് ഒരു വലിയ മാനിന്റെ ഇറച്ചി. അതൊന്നും പറയാതെ ഊണ് കഴിക്കടാ. ചേച്ചി, കാമോഷ് ഭ്രാന്തൻ. ക്യാ മൈ പാവി ഹൂം. പകലല്ലടാ, രാത്രിയാ. ഊണ് കഴിക്കേ. ചേച്ചി, സതി ഇവിടെ ഉള്ളത് ചേച്ചിക്കൊരു സഹായമാണ്. അതെ അതെ, അവളൊരു കുഴപ്പം കാണിച്ചു നിൽക്കുക. അതെന്താ? വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവസരാക്കിയോ? അപ്പുറത്തെ വിജയനും എവളും ആരും അറിയാതെ പോയി രജിസ്റ്റർ നടത്തി. ലവ് അല്ലേ? ക്ലൈമാക്സ് കൊള്ളാം. നീ ഇതാരോടും പറയണ്ട കേട്ടോ. ഞാൻ ആരോടും പറയാൻ പോണില്ല. മോരൊഴിക്കട്ടെ. തൊട നീ എന്ത് തീരുമാനിച്ചു? എനിക്കിപ്പോ വിവാഹം വേണ്ട. കാരണം അത് ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? അങ്ങനെ കാരണമൊന്നുമില്ല. ഉണ്ട്. അത് നീ എന്നോട് പറയില്ലെന്ന് പറയൂ. നിന്നെക്കുറിച്ച് ഞാൻ ചിലതൊക്കെ കേട്ടു. കേൾക്കാൻ പാടില്ലാത്തതാണ്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് നീ ആലോചിക്കണമെന്നില്ല. നിന്റെ ഭാവിയെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ എനിക്കതിന് കഴിയും. അച്ഛാ, ഞാൻ എന്താ നിർത്തിയത്? പറയൂ. പറയാൻ വിഷമമുണ്ടായിരിക്കും. കേൾക്കണമെന്നില്ല. മാധവൻ തമ്പിയുടെ മകനാണെന്ന് നീ ചിന്തിച്ചില്ല. അതാണ് നിനക്ക് പറ്റിയ കുഴപ്പം. അച്ഛാ, എന്റെ വിവാഹം കുറെ കൂടെ കഴിഞ്ഞിട്ട് മതി. മതിയെന്ന് എപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് നിനക്ക് വ്യക്തമായി പറയാമോ? നിനക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചത്. നിനക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. മാധവൻ തമ്പിയുടെ മകന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള അന്തസ് അവൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ശരി, നിന്റെ ഭാര്യയാകാൻ യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കാം. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇനി 10 വെരി ഗുഡ്. ചേട്ടനുണ്ടാ വല്ലാതെ? ഒന്നുമില്ല. കോടതിയിൽ ഹാജരായ ലക്ഷണമുണ്ടല്ലോ. കോടതിയിൽ ഹാജരായി, വിചാരണ കഴിഞ്ഞു, വിധിയും പറഞ്ഞു. എന്താ ശിക്ഷ? വീട്ടുതടങ്കൽ. ഉടനെ കല്യാണം കഴിക്കണം. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? അമ്മാവൻ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കഴിപ്പിക്കും. കഴിച്ചുകളാ. അത് കൊള്ളാം. കല്യാണം കഴിക്കുന്ന കാര്യത്തിന് കൂടി വിജയത്തിന് സ്വാതന്ത്ര്യമില്ലേ? ഇങ്ങനെ നിർബന്ധിച്ചാരും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. ഓ, ഒന്നുകൂടെ ഉച്ചത്തിൽ പറ, അമ്മാവൻ കേക്കട്ടെ. നിന്റെ കാല് വേഗം സൂപ്പിടും. എല്ലാ കാര്യത്തിലും ഞാൻ അച്ഛനെ അനുസരിച്ചിട്ടുണ്ട്. ഇതിലതുണ്ടാവില്ല. എന്നാൽ ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കാൻ പോവാണ്. ഞാൻ നാളെ തന്നെ സ്ഥലം വിടും. എന്താണ് സാർ? ആക്സിഡന്റ് ആണ്. ആക്സിഡന്റോ? ആർക്ക്? ആക്സിഡന്റ് എന്ന് പറഞ്ഞ സംഭവം. അതെന്താടാ ഞാനിവിടെ ഇല്ലാത്ത പോലെ ഭൂമി കുലുക്കം നടന്നു? കുലുങ്ങിയില്ല, പക്ഷെ കുലുക്കാൻ പറ്റിയ ഒരാൾ അപ്പുറത്ത് ഒന്നുണ്ട്. പട്ടാളക്കാരൻ ദേവി ടീച്ചർ ആങ്ങളെ. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതല്ലേ. അതിന് നമുക്കെന്താ? വിജയൻ സാറ് കയറി സതി ടീച്ചറിനെ വളച്ചു. വിജയൻ സാറ് പോയാൽ ഞാൻ സാറിനെ വളയ്ക്കാമെന്ന് അത് നടക്കില്ല. പട്ടാളക്കാരൻ വന്നു വളച്ചു. അവര് തമ്മിൽ അടുപ്പമായോടാ. ഇതെന്തൊരു ചോദ്യമാണ് സാറേ. പെണ്ണും ആണെന്നും പറഞ്ഞാൽ പെട്രോളും തീയും മാതിരിയാ. ദൂരെ ഇരുന്നാ മതി, കത്തി പിടിച്ചോളും. പോരെങ്കിൽ പട്ടാളക്കാരൻ. സാറ് ആലോചിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പട്ടാളക്കാരൻ്റെ ആള് രണ്ടും കുഴപ്പമൊന്നും വാങ്ങിക്കാൻ എന്നെ കൊണ്ട് വയ്യേ. നീലാംബര, നീ സതിയുമായിട്ട് ഒന്ന് അടുത്തു നോക്ക്. ആ, അത് കൊള്ളാം. കിട്ടുന്നില്ല, എനിക്ക് കിട്ടിക്കോട്ടെ അല്ലേ? ഞാൻ ഇതെന്തോന്ന് ധീരമാണ്.
തണുത്ത ഐസ് വാട്ടർ പോലെ ഇരിക്കുന്നല്ലോ, നിനക്കൊന്ന് ചൂടാക്കിക്കൂടെ? അച്ഛന്റെ ചൂട്. സാറ് വിഷമിക്കണ്ട, നമുക്ക് വേറെ ഓലോടിക്കാം. ഒരു നിമിഷം. അങ്ങനെ. ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റുപോയി. ഇല്ല. ഇങ്ങനെ നടക്കുന്നു. ഒരു അടി വെച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ നടക്കുന്നു. കുറച്ച് കുറച്ച്. എന്നാലും എന്റെ സാറേ, ഇന്നലെ വന്ന പട്ടാളക്കാരൻ ആ പെണ്ണിന്റെ മുഖത്തും കയ്യിലെല്ലാം പിടിച്ച് ഫോട്ടോ എടുക്കണം. അതും എന്റെ സാറ് ഈ കോലത്തിൽ ഇവിടെ നിൽക്കുമ്പോ. വിജയൻ സാറ് വളച്ചു, പട്ടാളക്കാരനും വളച്ചു, രവി സാറിന് മാത്രം വളയ്ക്കാൻ കിട്ടിയില്ല. തെങ്ങും ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി. എന്തൊരു കഷ്ടാണ് നോക്കണേ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രസാദ് എപ്പോ വന്നു? ഇന്നലെ രാവിലെ. See you. ഭാസ്കര, മാലിനിക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് വിവാഹാലോചനകൾ വന്നിരുന്നു. ഒന്നും നടന്നില്ല. അവളുടെ 2 കാലും തളർന്നിരിക്കുകയാണ്. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും അവർക്ക് കാര്യമല്ല. ഈ തറവാട്ടിൽ നിന്നും ഒരു ബന്ധം ഉണ്ടാകണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതല്ല കുറുപ്പേ, കാര്യങ്ങൾ നേരത്തെ പറയണമല്ലോ. മാലിനിക്ക് എന്റെ എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൾക്ക് വേണ്ടി കുറച്ച് സ്വർണവും ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. മാലിനി എന്റെ അനന്തരവളാണെങ്കിലും എന്റെ മകളെ പോലെയാണ് ഞാൻ കരുതുന്നത്. ആ സ്ഥാനം എന്നും അവൾക്ക് ഈ വീട്ടിലുണ്ടായിരിക്കും. മാലിനി, നിന്നെ കാണാനാണ് ഇവർ വന്നിരിക്കുന്നത്. സോമന് മാലിന്യെ ഇഷ്ടമായോ? അയ്യോ, തമ്പി അദ്ദേഹം ആ സോമനോട് ചോദിക്കണമെന്നില്ല. അച്ഛൻ പറയുന്നതാണ് മകൻ ശരി. എന്നാലും അതല്ലല്ലോ കുറുപ്പേ. സോമൻ എന്ത് പറയുന്നു? എനിക്കിഷ്ടമായി. മോള് പോയിക്കോളൂ. അപ്പോ രണ്ടുപേർക്കും സമ്മതമായല്ലോ. ഇനി നമുക്ക് വിവാഹം ഉടനെ വേണം. അപ്പോ തമ്പി അദ്ദേഹം എന്നാണ് ഈ പ്രമാണം എഴുതുന്നത്? ഈ ആഴ്ച തന്നെ ഞാൻ അവളുടെ പേർക്ക് എസ്റ്റേറ്റ് എഴുതി വെക്കാം. അല്ല, തമ്പി അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ മാലിനിയുടെ പേർക്ക് എസ്റ്റേറ്റ് എഴുതി കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? അത് ഈ ആഴ്ച തന്നെ എഴുതി കൊടുക്കാം. അത് എന്റെ മകന്റെ പേർക്ക് എഴുതുന്നതല്ലേ നല്ലത്? അല്ല, മാലിനിയുടെ പേരിൽ മാത്രമേ എഴുതി വെക്കൂ. ഭാസ്കരൻ ഇത് ഇപ്പൊ പറഞ്ഞത് നന്നായി. മാലിനിയുടെ കാലശേഷം മാത്രമേ ഈ എസ്റ്റേറ്റ് കൈമാറ്റപ്പെടാവൂ എന്ന വ്യവസ്ഥ കൂടി പ്രമാണത്തിലുണ്ടായിരിക്കും. എങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ആലോചിക്കട്ടെ. ആലോചിച്ച് സമയം കളയണമെന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഭാസ്കരൻ ഇതിനു വേണ്ടി ഇനി വരണ്ട. നിങ്ങൾക്ക് പോകാം. തമ്പി അദ്ദേഹം ഒന്ന് മയത്തിൽ വിട്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതെങ്കിലും നടക്കുമായിരുന്നു. നടക്കാതിരുന്നത് ഭാഗ്യമായി കുറിപ്പേ. അവർക്ക് വേണ്ടത് സ്വത്ത് മാത്രമാണ്. അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് മാലിന്യെ അയച്ചാൽ അവൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്. ഇവനെ ഉടനെ വിവാഹം കഴിപ്പിക്കണം. നിങ്ങൾ ഇവന് വേണ്ടി ഒരു പെണ്ണന്വേഷിക്കണം. ഞാൻ അന്വേഷിക്കാം. മാലിനി, വിജയേട്ട, എത്രയോ പേരുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ കൊണ്ടു നിർത്തി. ഇനിയെങ്കിലും അമ്മാവനത് നിർത്തിക്കൂടെ? എനിക്കറിയാം, എന്നെ ആരും വിവാഹം കഴിക്കില്ല വിജയേട്ട. ആരും എന്നെ വിവാഹം കഴിക്കില്ല. മാലിനി, കരയാതെ. മാലിനി, കരയാതെ. സതി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കത് കേൾക്കണമെന്നില്ല. പലരും നിന്നോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കാണുന്ന ആദ്യത്തെ പെണ്ണല്ല നീ. മറ്റുള്ളവരെ കാണുന്നത് പോലെ എന്നെ കാണരുത്. സ്നേഹത്തോടെ നിന്നെ ഞാൻ സമീപിച്ചു. നീ അടുക്കുന്ന ലക്ഷണമില്ല. ബലപ്രയോഗത്തിനാണെങ്കിൽ അതിനും എനിക്ക് മടിയില്ല.
ബലം പ്രയോഗിച്ചു നോക്ക്. എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. കാണാനൊന്നുമില്ല, എന്റെ ആഗ്രഹം നടക്കും. ഇത് കണ്ടോ? കാല് വേദനിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. ഓഹോ, നിനക്ക് ഇത്ര അഹങ്കാരം ഉണ്ടോ? മതി സാറേ, ഇപ്പൊ കൊണ്ടതിന് വലിയ വേദനയൊന്നും കാണില്ല. ആ പട്ടാളക്കാരന്റെ കൈ കൊണ്ട് കുടുങ്ങാൻ രക്ഷ. ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടടാ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ട സാറേ, പോട്ടെ. നല്ലതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ല. നമുക്ക് നമ്മൾ ലിസ്റ്റ് ഉള്ളു. അച്ഛൻ നന്നായിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്ത്. അയ്യോ, പിന്നെ ഞാനും പോസ്റ്റ് ചെയ്യണം. താനെന്തിനാ പേടിക്കുന്നത്? അച്ഛനെങ്ങനെ അറിഞ്ഞാൽ? അറിയാണ്ടിരിക്കാനാണ് തന്റെ കയ്യിൽ തന്നത്. ചെല്ലേ, പോസ്റ്റ് കിട്ടുക. ഓഹോ, എന്റെ കഞ്ഞി കൂടി മുട്ടിയത്. ഇതാ സാറേ, സദത് ടീച്ചറിനുള്ളതാണിത്. അവരുടെ വീട് പൂട്ടിക്കിടക്കുന്നു. അവരൊന്നേ കൊടുത്ത്. പ്രിയപ്പെട്ട സതി, ഞാനിവിടെ സുഖമായി എത്തിച്ചേർന്നു. ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിനക്ക് എഴുതാൻ വൈകിയത്. അച്ഛനുമായി സംസാരിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഞാൻ എന്നും നിന്റേത് മാത്രമായിരിക്കും. ഈ എഴുത്തിന് നീ മറുപടി അയക്കരുത്. നിന്റെ വിജയൻ. ഹലോ, ആരാണ്? ഞാനാണ്. ഒപ്പിടാനുള്ള പേപ്പറുകളെല്ലാം എടുത്ത് നീ വേഗം പുറപ്പെട്ടു വാ. ശരി. ഞാൻ ഇന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം. വിജയം വന്നാൽ വിജയൻ സതിയുമായി തെറ്റിക്കാൻ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. അയ്യോ സാറേ, അതൊരു ആത്മാർത്ഥ പ്രേമമാണ്. എന്തോ ഞാൻ പറയുന്നതോട് അനുസരിച്ചാണ്. നുണ പറയാനും ഞാൻ പഠിപ്പിച്ചു തരണം, അല്ലേടാ? പ്രസാദും സതിയും തമ്മിൽ പ്രേമമാണെന്ന് പറയണം. പറയാം സാർ. വെറുതെ എന്ന് പറഞ്ഞാൽ പോരാ, നീ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ വിജയം വിശ്വസിക്കുന്ന രൂപത്തിൽ പറയണം. പറയാം സാറേ. സാറ് പോയിക്കോ. തിരിച്ചു വരുമ്പോ ലോക്ക് വിട്ടിരിക്കും. ചേച്ചി ഉറങ്ങിയല്ലേ? ഇപ്പൊ കണ്ണടിച്ചതേ ഉള്ളൂ. ഉണർത്തണ്ട. ഉണരുമ്പോൾ ഈ മരുന്നുള്ള ഡോസ് കൊടുക്കണം. ശരി. ഒപ്പിടാനുള്ള പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് തരൂ. ഇത് 15-ാം തീയതി അയക്കേണ്ടതല്ലേ? 25-ാം തീയതി കൊടുത്താൽ മതിയെന്ന് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 18-ാം തീയതി ബോർഡ് മീറ്റിംഗ് ഉണ്ട്. നീ അതിൽ അറ്റൻഡ് ചെയ്യണം. ഞാൻ പോവാം. നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നീ വരുന്നോ? നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി? ഞാനിവിടെ സ്വൈരമായി നിരുന്നോട്ടെ, നീ പോ. ഓ, എനിക്ക് മനസ്സിലായി. ആ പെണ്ണിനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കും. ഓർക്കാൻ പറ്റിയ ഒരു പെണ്ണ്. കുറഞ്ഞ പക്ഷം പെണ്ണുങ്ങളുടെ കാര്യത്തിലെങ്കിലും നീ എന്നെ ഗുരുവായി സ്വീകരിക്കണം. എങ്കിലേ നീ ഗുണം പിടിക്കും. രവി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നീ ഇടപെടരുതെന്ന്. അവളിപ്പോ നിന്റെ മാത്രം പ്രശ്നമല്ല, മറ്റു പലരുടെയും പ്രശ്നമാണ്. രവി, അനാവശ്യം പറയരുത്. നിനക്ക് അവളോട് അത്രയും സ്നേഹമുണ്ടല്ലേ? എങ്കിൽ അവൾ നിന്നെ ഭയങ്കരമായി വഞ്ചിച്ചിരിക്കും. നിന്റെ കൂടെ കഴിയുന്ന പെണ്ണുങ്ങളെ പോലെ നീ അവളെ കാണരുത്. പെണ്ണുങ്ങളെല്ലാവരും ഒരേ തരക്കാരാണ്. സാഹചര്യം അനുസരിച്ച് അവർ മാറും. ഇന്നലെ വരെ അവൾക്ക് നീയായിരുന്നു, ഇന്ന് പ്രസാദ്, നമ്മുടെ ആ ദേവകി ടീച്ചറുടെ ബ്രദർ. അവനും അവളും കൂടെ അഴിഞ്ഞാടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ശരി, കുറച്ചു ദിവസത്തെ പരിചയം കൊണ്ട് അവൾ നിന്റെ എല്ലാമാണെന്ന് അവൾ നിന്നെ ബോധ്യപ്പെടും. പ്രസാദ് ഇപ്പൊ ആ വീട്ടിലാണ് താമസം. അവൾക്ക് അടുത്തിടപഴകാനും കൂടുതലായിട്ട് അടുക്കാനും അവനുമായിട്ടല്ലേ സാധ്യത. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇത് പറയേണ്ടത് നിന്റെ ആവശ്യമാണ്.
അവൾ അത്രമാത്രം വിലപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്റെ കിടക്കയിൽ കൂട്ടിന് അവളും ഉണ്ടാകുമായിരുന്നു. ഉച്ചിച്ച് സംസാരിക്കണം. നീ ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പലതും കണ്ടിട്ടാണ് വരുന്നത്. ഈ മരുന്ന് വാങ്ങി ഇപ്പൊ 2 ഔൺസ് കൊടുക്കണം. രവി സാറ് കൊള്ളരുതാത്തവരാ, കാര്യം ശരിയാ. പക്ഷെ സതി ടീച്ചറും പ്രസാദ് സാറ് വളച്ചെന്ന് പറഞ്ഞില്ലേ, അതുള്ളതാ. അവർ ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോ എന്റെ ഭഗവാന് ഈ 2 കണ്ണും കുത്തി പൊട്ടിച്ചാൽ എന്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ എന്താ കടുകை ചെയ്യാത്തത്? കഴുകി കൂട്ടി ദൈവം എനിക്ക് 2 കണ്ണ് വന്നിട്ടുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കണ്ടും കേട്ട് നമ്മളിത് ജീവിക്കുക. നീ എന്തൊക്കെ കണ്ടു? ഞാൻ പറയാം സാറേ, താടി ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു, തലമുക്കോ അപ്പൊ തല ഇങ്ങനെ പൊക്കി, എന്നിട്ട് കെട്ടി ഒറ്റപ്പെടുത്താൻ ഇങ്ങനെ പിടിച്ചു. അപ്പൊ കൈവരിൽ ഒരു സ്ഥലത്തുമുണ്ട്. അപ്പൊ പെണ്ണ് ഇങ്ങനെ കുണിച്ചിരിക്കും. ഇതാണ് പട്ടാളക്കാരന്റെ പ്രേമം. പകല് ആളുകൾ കാണുകയെ ഇങ്ങനെയൊക്കെ പ്രേമിച്ച കാണാത്തപ്പോ ഇവരെന്തൊക്കെ ചെയ്യും? ദേവകി ടീച്ചറാണെങ്കിൽ ആശുപത്രി, പട്ടാൾക്കാരനും പെണ്ണും വീട്ടിൽ ഒറ്റയ്ക്ക്. നല്ല സുഖം. എന്റെ സാറ്, ഈ കാര്യത്തിൽ സാറിനേക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. രവി സാറിന്റെ ഇടപാടുകൾ കണ്ട് മനസ്സ് മടുത്തിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ പെണ്ണുമായിട്ട് സാറിന്റെ ആത്മാർത്ഥ പ്രേമം. അത് കണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പട്ടാളക്കാരൻ കുറുകെ വന്ന് വളച്ചത്. പോയി സാറേ, പോയി. രവി സാറ് പറയുന്നത് ശരിയാണ്. പെണ്ണുങ്ങൾ ഒന്നിനും വിശ്വസിച്ചൂടാ. ഞാൻ പറഞ്ഞു സാറ് വിശ്വസിക്കണ്ട. സാറ് വന്നത് ആരും അറിയണ്ട. പട്ടാൾക്കാരൻ വീട്ടിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പെണ്ണും വരും. രാത്രി ആരും അറിയാണ്ട് സാർ അവിടെ ചെന്നാൽ അവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് സാറിന്റെ കണ്ണോട് കാണാം. പതുക്കെ പതുക്കെ നല്ലപോലെ തിരുമിയാലേ വേദന മാറൂ. തിരുമ. കൂടുതലൊന്നും വരാതിരുന്നത് നന്നായി. കൂടുതലെന്താ വരിക? മരണം. വെറുതെ വായും വെച്ചോരൊന്നും പറയാതെ. സതിക്കറിയില്ല. കാശ്മീരിൽ വെച്ച് ഞാൻ മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്നു. ഒരു അപകടം. 19 അടി പൊങ്ങി, ഒരൊറ്റ വീഴ്ച. 3-ാമത്തെ ദിവസം ആശുപത്രിയിൽ വെച്ചാണ് കണ്ണു തുറക്കുന്നത്. ശരീരം മുഴുവൻ സൂചി കുത്തി തറയ്ക്കുന്ന പോലെ വേദന. അപ്പോഴാണ് ബോധമില്ലാതെ കിടക്കുന്നതിന്റെ സുഖമറിയുന്നത്. അതുകൊള്ള ബോധമില്ലാതെ കിടക്കുന്നത് ഒരു സുഖമാണോ? സതി എന്റെ കൂടെ മോട്ടോർ സൈക്കിളിൽ ഒന്ന് കയറും. ഞാനൊരു ആക്സിഡന്റ് ഉണ്ടാക്കാം. ഒരേ ദിവസം കിടക്കുന്ന മാതിരി. അപ്പോഴറിയാം ബോധക്കേടിന്റെ സുഖം. എപ്പോന്നു? ദേവകി ടീച്ചറില്ലേ? ഇല്ല, ആസ്പത്രിയിലാണ്. ഓഹോ, അപ്പോൾ സൗകര്യമായല്ലോ. അയ്യോ, പ്രസവിച്ചിട്ടുണ്ട്. ഞാനത് അറിഞ്ഞിട്ടാണ് വന്നത്. എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? സംസാരിക്കുകയല്ലേ വേണ്ടത്, നിന്നെ കൊല്ലുകയാണ് ചെയ്യേണ്ടത്. ഞാനല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനകം അത് സംഭവിച്ചിട്ടുണ്ടാവുമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി എന്നാണ് പറയുന്നത്? ഇവനും നീയുമായിട്ടുള്ള ബന്ധം. വിജയൻ, നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളൂ. ഇവൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് വിശ്വസിച്ചത്. എന്റെ ഭാര്യയായി എന്റെ കൂടെ മാത്രം കഴിയുമെന്ന് കരുതിയത്. അയ്യോ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഇനിയും എന്റെ മുമ്പിൽ നല്ലോണം ആശ്രയിക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? എനിക്കത് പറയാൻ ലജ്ജയുണ്ടടി. വിജയൻ, അത് നിരപരാധിയാണ്. ഇത് പറയേണ്ടത് നിന്റെ ഒരു ആവശ്യമാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. നിങ്ങൾക്കറിയുന്നത് പോലെ ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. നീ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ വരവും കാത്ത് ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞതിന് ഇതാണോ നിങ്ങൾ എനിക്ക് തരുന്ന പ്രതിഫലം? നീ എന്നോട് കാണിച്ച വഞ്ചനയ്ക്ക് ഇത്രയും കരഞ്ഞാൽ പോരാ, ജീവിതം മുഴുവൻ കരയണം. ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. എടി, ദേവകി ടീച്ചർ ആശുപത്രിയിലായിരുന്ന അവസരത്തിൽ ആ മുറിയിൽ എന്ത് സംഭവിച്ചു നിനക്കറിയാം.
അന്ന് നിനക്ക് ഞാനായിരുന്നു, ഇന്ന് ഇവൻ. നിനക്ക് ആരെങ്കിലും മതി. ഭാഗ്യത്തിന് വിവാഹത്തിന് ശേഷം ഞാനും നീയുമായി ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ പോവുകയാണ്. വിജയൻ. പ്രസാദ്, നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചത് ഇവളെ സ്വീകരിക്കണമെന്ന് പറയാനല്ലേ? ഇവളോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഇവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. അങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ ഇവളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. നിങ്ങളെങ്കിലും ഇവൾ വഞ്ചിക്കാതിരിക്കട്ടെ. കരയാതെ സതി. പെട്ടെന്നുള്ള ആവശ്യത്തിന് അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ അയാളെ കണ്ട് അയാളുടെ തെറ്റിദ്ധാരണകൾ നീക്കാം. ഞാനൊന്ന് പോയി വിജയനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ ചേച്ചി. വേണ്ട, നീ പോകണ്ട. സതി ഒറ്റയ്ക്ക് പോയി വിജയനെ കാണട്ടെ, അതാ നല്ലത്. സതി, നീ വിജയനെ ചെന്ന് കാണണം. അയാൾ ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അതും നീ കേൾക്കണം. ദേഷ്യമടങ്ങുമ്പോൾ വിജയനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വിജയത്തിനില്ലേ? സാറ് വീട്ടിലേക്ക് പോയി.
വിജയൻ, നീ എവിടെ പോയിരുന്നു? എസ്റ്റേറ്റിൽ പോയിരുന്നു അല്ലേ? പോയിരുന്നു. നീ ഇനി അവിടെ പോകരുത്. നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. പത്മനാഭൻ തമ്പിയുടെ മകൾ സരിത. നീ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. അച്ഛനെ ഞാനിതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്നെ ധിക്കാരിയാക്കരുത്. സതി, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? പോകാൻ ടീച്ചർ. സതി, നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? വിജയന്റെ തെറ്റിദ്ധാരണ നീക്കുകയാണ് ആവശ്യം. നമുക്കതിനു വേണ്ടി ശ്രമിക്കാം. എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ നോക്ക്. എനിക്കിനി ഒരു ജീവിതമില്ല ടീച്ചർ. എന്താ വിശേഷം? എനിക്ക് വിജയനെ ഒന്ന് കാണണം. അവനിവിടെ ഇല്ല. ഞാൻ അവന്റെ അച്ഛനാണ്. എന്നോട് പറയാവുന്ന കാര്യമാണെങ്കിൽ പറയാം. അല്ല, വിജയനോട് നേരിട്ട് പറയേണ്ട കാര്യമാണ്. ആ പെണ്ണിന്റെ ആരാണ് നിങ്ങൾ? എന്റെ ആരുമല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെണ്ണാണ്. ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിജയനെ കാണണമെന്നില്ല. വിജയൻ ഒരു അബദ്ധം ചെയ്തു. അത് ചെറുപ്പത്തിന്റെ ചുഴലത്തിളപ്പായിട്ട് മാത്രം കരുതിയാൽ മതി. അതിനെന്ത് വില വേണമെങ്കിലും ഞാൻ തരാം. എന്റെ ക്ലാർക്കിനെ കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം വാങ്ങിക്കൊള്ളൂ. പണത്തിനല്ല ഞാൻ വന്നത്. എങ്കിൽ നിങ്ങൾക്ക് പോകാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹലോ വിജയൻ. ഹലോ. ഇതാരാണെന്നറിയോ? ഇല്ല. നമ്മുടെ പത്മനാഭൻ തമ്പിയുടെ മകൻ സരിത. നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. പത്മനാഭൻ തമ്പിയുടെ മകൾ സരിത. നീ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. സരിതേ, ഇതാണ് വിജയൻ, നമ്മുടെ മാധവൻ തമ്പി അദ്ദേഹത്തിന്റെ മകൻ. ഓക്കെ, കമോൺ സിറ്റ്. നീ ഇതുവരെ എവിടെയായിരുന്നു? ക്ലബിൽ. എടാ, നീ കുടിയും തുടങ്ങിയല്ലേ? നശിച്ചവനെ എന്റെ കൺമുമ്പിൽ കണ്ടുപോയത്. പോടാ പോടാ. വിജയേട്ടാ, മാലിനി, എന്താ? ചേട്ടാ, ചേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചു. ചേട്ടാ, ചേട്ടൻ എന്തിനിങ്ങനെ നശിക്കുന്നു? ഞാൻ നശിച്ചുപോയി മാലിനി, നശിച്ചു. മാലിനി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ചേട്ടൻ എന്തിനു കുടിച്ചു? കുടിച്ചു. ചേട്ടൻ ഇനി കുടിക്കുമോ? പറ.
പറയൂ ചേട്ടാ, കുടിക്കുന്നു? വേണ്ടേ? വേണ്ട ചേട്ടാ, ചേട്ടൻ ഇനി കുടിക്കരുത്. ഇല്ല, കുടിക്കില്ല. നീ പൊയ്ക്കോളൂ. പൊയ്ക്കോളൂ. അച്ഛൻ എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി പറയാനാണ്. നിന്റെ ഇപ്പോഴത്തെ ജീവിതം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്റ്റേറ്റിൽ നിനക്കടുപ്പമുള്ള ഏതോ ഒരു പെണ്ണുണ്ടല്ലോ, എന്താണ് അവളുടെ പേര്? നിനക്കവളോട് അത്രയും അടുപ്പമാണെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. ഇങ്ങനെ നശിക്കുന്നതിനേക്കാൾ ഭേദമാണത്. എനിക്കിപ്പോ അവളുമായി ഒരു ബന്ധവുമില്ല. എങ്കിൽ നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യൂ. ആലോചിക്കും. നോക്കൂ ഓമനെ, കുറെ നാളെ ഇങ്ങോട്ട് വന്നിട്ടല്ലേ? കൊച്ചമ്മയ്ക്ക് ദിവസം വന്നൂടെ? വിളിക്കുമ്പോഴൊക്കെ നാളെ ആകട്ടെ എന്ന് പറയും. ആ, ഓമനെ വീട്ടിൽ പോയിട്ട് വരൂ. ഞാനിവിടെ ഇരുന്നോളാം. ശരി കൊച്ചമ്മേ, ഞാൻ വേഗം വരാം. മാലിനി, മാലിനി, മാലിനി. വിജയേട്ടൻ, നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നത്? കൂടെ ഓമനുണ്ടായിരുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുന്നിന്റെ മുകളിൽ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവൾ പോയോ? വല്ല അപകടം സംഭവിച്ചിരുന്നെങ്കിൽ? മരിക്കും. എന്നാൽ ഈ ജീവിതം തീർന്നേനെ. മാലിനി, വരൂ, നമുക്ക് പോവാം. ഹലോ, ഇതാരാണെന്നറിയാം? ഇല്ല. നമ്മുടെ പത്മനാഭൻ തമ്പിയുടെ മകൻ സരിത. പെണ്ണുങ്ങളെല്ലാവരും ഒരേ തരക്കാരാണ്. സാഹചര്യം അനുസരിച്ച് അവർ മാറും. ഇന്നലെ വരെ അവൾക്ക് നീയായിരുന്നു, ഇന്ന് പ്രസാദ്. ഒരേ ദിവസം കിടക്കണമെന്ന് അപ്പോഴറിയാം. ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വച്ച. ഏതാണ് പെണ്ണ്? മാലിനി. അച്ഛൻ ഈ വിവാഹത്തിന് അനുവാദം തരണം. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ
എന്താ മാലിന്യ, എന്തിനാ കരയുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചാൽ വിജയേട്ടൻ പറയുമോ? എന്താണ്? ചോദിക്കൂ. സത്യമേ പറയാമോ? മാലിനിയോട് ഞാൻ കള്ളം പറയില്ല. എന്നോടുള്ള സഹതാപം കൊണ്ടല്ലേ വിജയേട്ടൻ എന്നെ വിവാഹം കഴിച്ചത്? അല്ല, നിനക്ക് മാത്രമേ എന്നെ സ്നേഹിക്കാൻ കഴിയൂ എന്ന് തോന്നിയതുകൊണ്ട്. വിജയേട്ട, നമുക്ക് തമ്മിൽ മാത്രമേ ജീവിതത്തിൽ ആത്മാർത്ഥത പുലർത്താൻ കഴിയൂ എന്നെനിക്ക് തോന്നി. വിജയേട്ട, ഞാൻ വിജയേട്ടനെ സ്നേഹിച്ചു. പക്ഷേ വിജയേട്ടന്റെ ഭാര്യയാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മരിച്ചാൽ കൊള്ളാമെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനി എനിക്ക് ജീവിക്കണം വിജയേട്ട. മാലിനി, എന്നാലും എന്റെ കുഞ്ഞെ, അവൻ നിന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്റെ വിധിയാണ് ടീച്ചർ. വിധിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാ മതിയോ? അവൻ നിന്നെ അന്വേഷിച്ച് വിവാഹം കഴിച്ചിട്ട് വേറൊരു വിവാഹം കഴിക്കുക, ഇതെവിടുത്തെ മര്യാദയാ? നമുക്ക് അവന്റെ പേരിൽ കേസ് കൊടുക്കണം. ഇന്ന് തന്നെ വക്കീലിനെ കാണണം. എനിക്ക് അദ്ദേഹത്തിന്റെ സ്നേഹവും വിശ്വാസവുമാണ് ആവശ്യം. അത് കേസ് കൊടുത്ത് സമ്പാദിക്കേണ്ടതല്ലോ ടീച്ചർ. അതും ശരിയാ. വരുന്നതെല്ലാം സഹിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇനി ചെയ്യാവുന്നത് ഒന്നേ ഉള്ളു ടീച്ചർ, ആത്മഹത്യ. സതി, അതൊരിക്കലും ഞാൻ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കും. സ്വന്തം മകളെ പോലെ കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടാ ഞാനിവിടെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് വന്നത്. എന്നിട്ടിപ്പോ നിങ്ങൾ അവളെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് പറയുന്നു അവൾ കല്യാണം കഴിച്ചെന്ന്, രജിസ്റ്റർ വിവാഹം കഴിച്ചെന്ന്, അവൾ ഗർഭിണിയാണെന്ന്. എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കിത് പറയാൻ എങ്ങനെ ധൈര്യമുണ്ടായി? ചേട്ടന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളുടെ മകളെ ഞാൻ നോക്കിയില്ല എന്ന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഓ, നിങ്ങൾ നോക്കി, അതിന്റെ ഗുണം കൊണ്ടാണല്ലോ അവൾ ഗർഭിണിയായത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ശേഖര വിളിച്ചേട്ടാ, അതൊക്കെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അതേക്കുറിച്ച് നീ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്കിത് പറയാൻ ഇവളുടെ താഴെ 2 പെൺകുട്ടികളാവുള്ളത്. ഇവൾ കാണിച്ച തോന്നിവാസം അവരുടെ ഭാവി ഇവിടെ നശിപ്പിച്ചില്ലേ? നിന്നെ വളർത്തി പഠിപ്പിച്ചത് ഇതിനല്ലടി. നിനക്ക് ലജ്ജയില്ലേ ഞങ്ങളുടെ മുഖത്ത് നോക്കാൻ? ചെറുതാണെങ്കിലും ഈ കുടുംബത്തിന്റെ അന്തസ്സുണ്ടടി. അത് മറന്നിട്ടാണ് നീ കണ്ടതിന്റെ കൂടെ പോയത്. എന്നിട്ട് കയറി വന്നിരിക്കുന്നു ഗർഭിണിയായിട്ട്. നിനക്ക് പലയിടത്തും പോയി തൂങ്ങി ചത്തുകൂടായിരുന്നോടി. മിണ്ടിപ്പോയി. അച്ഛൻ നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു തോന്നലുണ്ടായിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നോടി. ഇറങ്ങി നിന്റെ കരച്ചിലൊന്നും കാണണ്ട. ഉറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങി. അമ്മയെ അച്ഛനെ ആലോചിച്ചു വേണ്ടിയിരുന്നടി നിന്റെ വിവാഹം നടത്താൻ. നീ തന്നിഷ്ടത്തിന് ഒരുത്തന്റെ കൂടെ പോയി. ആ കുഞ്ഞിനെ പോറ്റാൻ ഇവിടെ ആരുമില്ലടി. അവന്റെ അടുത്ത് കൊണ്ടിയല്ലേ. ഇറങ്ങി. നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ടോ? അവരുടെ കൂടെ നീ ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങി. ഇറങ്ങാൻ നിങ്ങൾ വേണ്ടി പോരുത്. ഇറങ്ങി പോയി ഇവിടുന്ന്. പോയി. നീ ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനം. കവി എഴുന്നേക്കുമോള്. ടീച്ചർ, എനിക്കാരുമില്ല ടീച്ചർ, ആരുമില്ല. നിനക്ക് ഞാനുണ്ട് മോളെ, നീ എന്റെ മോളാണ്. ടീച്ചർ, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ അവിടെ വരുന്നില്ല ടീച്ചർ. അവിടെ എന്നെ എല്ലാവർക്കും പരിചയമില്ലേ. ഞാൻ അവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? നീ എന്റെ കൂടെ വരും. നമുക്കധികം നാൾ അവിടെ താമസിക്കണ്ട. സ്ഥലം മാറ്റം വാങ്ങി മറ്റെങ്ങോട്ടെങ്കിലും പോകാം. വരും. മാലിനി, എന്താ, എന്തിനാ കരയുന്നത്? പറയൂ മാലിന്യ, എന്തിനാ കരഞ്ഞത്? വിജയേട്ടൻ മറ്റാരെങ്കിലും വിവാഹം കഴിക്കായിരുന്നു നല്ലത്. മാലിനി, നീ എന്റെ ഭാര്യയായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ സുഖമായി ജീവിക്കുന്നത്. സുഖമോ? ഈ ജീവിതത്തിന്
എന്ത് സുഖമാണ് വിജയേട്ട. അതെന്താ, മാലിനിക്ക് എന്റെ കൂടെ ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണോ? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് വിജയേട്ടൻ തന്നത്. പക്ഷേ വിജയേട്ടന്റെ ജീവിതം നഷ്ടപ്പെടുകയാണ്. നീ എന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ജീവിതം നഷ്ടപ്പെട്ടുവെന്ന് എനിക്കൊരിക്കലും തോന്നുകയില്ല. വിജയേട്ട, നമ്മൾ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാകുമോ? നമുക്കൊരു കുഞ്ഞു വേണ്ടേ? ഈ വലിയ കുടുംബത്തിന്റെ പേര് നിലനിർത്താൻ നമുക്ക് ശേഷം ഒരാൾ വേണ്ടേ? സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരു അനന്തരാവകാശി വേണ്ടേ? മാലിനി, അതിനുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോയി. വിജയേട്ട, ആ ഭാഗ്യമില്ലാത്തത് എനിക്ക് മാത്രമാണ്. വിജയേട്ടനതുണ്ട്. വിജയേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കണം, ഒരു കുഞ്ഞിന്റെ അച്ഛനാകണം. മാലിനി, ആ സ്ത്രീയെ ഞാൻ എന്റെ സഹോദരിയായിട്ട് കരുതും. ആ കുഞ്ഞിനെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞായിട്ട് കരുതും. മാലിനി, ഒരു കുഞ്ഞില്ലാത്ത കുറവ് തന്നെയാണ്. അതിനുവേണ്ടി ഞാനിനി വിവാഹം ചെയ്യില്ല. വിജയേട്ട വിവാഹം കഴിക്കണം. ഞാൻ കാരണം ഈ കുടുംബം ഇവിടം കൊണ്ട് അവസാനിക്കരുത്. മാലിനി, നീ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ഒരിക്കലും മറ്റൊരു വിവാഹം ചെയ്യില്ല. ഹലോ അങ്കിൾ, ഹൗ ആർ യു? ഫൈൻ മൈ ഡിയർ ചൈൽഡ്, ഹൗ ആർ യു? ഫൈൻ. അമ്മയും ആന്റിയും എങ്ങനെ ഇരിക്കുന്നു അങ്കിൾ? സുഖം തന്നെ. മോൾക്ക് അമ്മയും ആന്റിയും തന്നയച്ചതാണ്. താങ്ക്സ്. ഇത് അങ്കിളിന്റെ വക. മോളെ, ഞാനിന്ന് രാത്രി 8:30 വണ്ടിക്ക് പോവുകയാണ്. മോളെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അങ്കിൾ ഇനി എന്ന് വരും? അടുത്ത വർഷം. ഓണത്തിന് വരില്ലേ? നോക്കട്ടെ, ലീവ് കിട്ടിയാൽ വരും. ആ വരൂ അങ്കിൾ, മദറിനെ കണ്ടിട്ട് പോവാം. വേണ്ട മോളെ, ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. 8:30 വണ്ടി. വീട്ടിൽ ചെന്ന് ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. ഉടനെ പോകാമെന്ന് കരുതിയാണ് ഒരു ഫ്രണ്ടിന്റെ കാറെടുത്ത് ഇങ്ങോട്ട് വന്നത്. ശരി അങ്കിൾ, അങ്കിൾ പോയിക്കൊള്ളൂ. അങ്കിൾ പോട്ടെ മോളെ. ആ അങ്കിൾ, അങ്കിൾ. പോട്ടെ മോളെ. ബൈ ബൈ. ടാറ്റാ. ഇതാ ഞാൻ പോട്ടെ ചേച്ചി. വരട്ടെ സതി.
കുഞ്ഞേ കുഞ്ഞേ കൊച്ചനെ പറഞ്ഞ് വേഗം കുളിച്ചിട്ടേ അല്ലേ ഞാൻ ഇപ്പൊ വരാം. വരൂ മോളെ വരൂ. ഇരിക്കും മോളെ. കരയാതെ മോളെ കരയാതെ. പിന്നെ മോളെ കുടിക്കും മോളെ. എന്താ എഴുന്നേറ്റ് പൊയ്ക്കളഞ്ഞത്? എനിക്ക് വേണ്ടെന്ന് തോന്നിയതുകൊണ്ട്. ഭക്ഷണം വേണ്ടെന്ന് തോന്നിയോ ബന്ധങ്ങൾ വേണ്ടെന്ന് തോന്നിയോ? എങ്ങനെ വേണമെങ്കിലും കരുതാം. ബന്ധങ്ങളാണെങ്കിൽ ഞാനത് നേരത്തെ ഉപേക്ഷിച്ചതാണ്. വിജയേട്ടാ, ഭാര്യ ഉപേക്ഷിക്കാൻ കഴിയും. എങ്കിലും അതിൽ ജനിച്ച കുഞ്ഞ് അച്ഛനല്ലേ വിളിക്കൂ. കുഞ്ഞോ? ആരുടെ കുഞ്ഞ്? ആ പെൺകുട്ടി എന്റെ മകളല്ല. വിവാഹത്തിന് ശേഷം ഞാനും സതിയും തമ്മിൽ ഒറ്റ ദിവസം പോലും ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല. വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നതിന് മുൻപും കുഞ്ഞുങ്ങൾ ജനിക്കും. വിജയേട്ട, ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇതെന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് അഭിമാനമുള്ള ഒരു സ്ത്രീയും പറയില്ല. ആ കുട്ടി എന്റെ മകളാണെന്ന് എന്നെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നീ എന്തിത്ര ബന്ധപ്പെടുന്നു? അവൾ നിങ്ങളുടെ മകളായതുകൊണ്ട്, നമുക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ട്. അവൾ എന്റെ മകളാണെന്നുള്ളതിന് എന്താണ് തെളിവ്? ആരാരുടെ മക്കളാണെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. ജനിപ്പിച്ചവന്റെയും പ്രസവിച്ചവരുടെയും മനസാക്ഷിയാണ് ഏറ്റവും വലിയ തെളിവ്. വിജിയുടെ അമ്മയുടെ മനസാക്ഷിയെക്കുറിച്ച് എനിക്ക് സംശയമേ ഇല്ല. ആ സ്ത്രീയെക്കുറിച്ച് നിനക്കെന്തറിയാം? എന്റെ ഭർത്താവ് വഞ്ചിച്ചൊരു സ്ത്രീ. അവരെക്കുറിച്ച് അത്രയും അറിഞ്ഞാൽ പോരെ? മാലിനി, ആ പെണ്ണ് വന്നു കയറി നമ്മുടെ കുടുംബജീവിതം പോലും തകരുമെന്നാ തോന്നുന്നത്. നീ അവളെ പറഞ്ഞുവിട്. ഇല്ല, ഞാൻ അവളെ പറഞ്ഞു വിടുകയില്ല. നിങ്ങൾക്ക് അവളെ മകളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോട്ടെ. അവൾ എന്റെ മകളാണ്. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. മോളും വരൂ. മോളെ, ഇത് മോളുടെ വീടല്ലേ? അല്ല, മോളിപ്പോ പോകണ്ട. അമ്മയ്ക്ക് സുഖമില്ല. അമ്മ പറയാൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. ഇനി എനിക്ക് പോണം. ഞാൻ മോളുടെ അമ്മയല്ലേ? എന്നാലും എനിക്ക് അമ്മയെ കാണണ്ടേ? പോകാം മോളെ. അച്ഛനും മോക്കും കൂടി ഒരുമിച്ച് അമ്മയെ കാണാൻ പോകാം. അച്ഛൻ വരില്ല. അമ്മ പാവമാണ്.
അച്ഛനെ അമ്മ പറഞ്ഞയക്കാം. ആ മോളെ, ആ അലമാരിയും തുറക്കൂ. ആ പാക്കറ്റ്സിന് എടുക്കൂ. ആഭരണപ്പെട്ടി. ഇതെല്ലാം നിനക്കാണ് മോളെ. നീ ഇത് കഴുത്തിലിടൂ. എനിക്ക് വേണ്ട. ഇതെല്ലാം നിന്റേതാണ് മോളെ. കഴുത്തിലിട. അമ്മേ, എന്താ മോളെ? എനിക്ക് അമ്മയുടെ അടുത്ത് പോണം. പോകാം മോളെ. തൽക്കാലം മോൾ അമ്മയ്ക്കൊരു എഴുത്തെഴുത്. ആ, ഇതാ മോൾക്കുള്ള ഉടുപ്പുകളാണ്. പ്രിയപ്പെട്ട അമ്മയ്ക്കും ആന്റിക്കും ഞാൻ ഇവിടെ സുഖമായി എത്തി. അച്ഛൻ വലിയ ഗൗരവക്കാരനും വാശിക്കാരനുമാണ്. അമ്മ പറഞ്ഞ കാര്യം അച്ഛനോട് പറയാൻ എനിക്ക് ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. ഇവിടുത്തെ അമ്മ നല്ല സ്ത്രീയാണ്. ഞാൻ ഇളയമ്മയെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അച്ഛനെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാമെന്ന് ഇളയമ്മ ഏറ്റിരിക്കുകയാണ്. എന്നെ അങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഉടനെ വരാൻ ശ്രമിക്കാം എന്ന് അമ്മയുടെ വിജി. പ്രിയപ്പെട്ട മാലിനി, നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങളെക്കുറിച്ചുള്ള അറിവ് മുഴുവൻ എന്റെ ഭർത്താവ് വിവാഹം ചെയ്ത മറ്റൊരു സ്ത്രീയാണെന്ന ചിന്തയിൽ ഞാൻ ഒതുക്കി നിർത്തി. എന്റെ മകൾ എന്നെ തിരുത്തി. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു. ഞങ്ങൾക്കൊരു കുട്ടി ജനിച്ചു. ഞാനോ അദ്ദേഹമോ അതറിയുന്നതിന് മുൻപേ ഞങ്ങൾ വിവാഹിതരായി. അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ഞങ്ങളെ തമ്മിൽ അകറ്റി. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ എന്നെ മറന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ മുമ്പിൽ മാത്രം. ലോകത്ത് മറ്റാർക്കും എന്റെ മകൾക്കുണ്ടായ ഗതികേട് ഉണ്ടാകാതിരിക്കട്ടെ. സ്വന്തം പിതാവിനെ അച്ഛ എന്ന് വിളിക്കുന്നതിന് വേണ്ടി അമ്മയുടെ വിവാഹ സർട്ടിഫിക്കറ്റുമായി അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാകുക. ഇതിനേക്കാൾ വലിയ ഗതികേട് എന്താണുള്ളത്? മാലിനി, എന്നെ വിശ്വസിക്കൂ. അദ്ദേഹത്തിന് വേണ്ടി മാത്രമേ ഞാൻ പിഴച്ചിട്ടുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് ഞാൻ തെറ്റുകാരിയല്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് പറയണം. ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ മകളെ അങ്ങോട്ട് അയച്ചത്. എനിക്ക് പകരം അവൾക്കൊരമ്മയെ കിട്ടി. എന്റെ മകൾ ഭാഗ്യവതിയാണ്. അവളെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. മാലിനി, അവളെ സ്വന്തം മകളായിട്ട് കരുതുക. മാലിനി പറഞ്ഞാൽ അദ്ദേഹം കേൾക്കില്ലേ? അദ്ദേഹത്തോട് ഇവിടം വരെ ഒന്ന് വരാൻ പറയൂ. സതി, അമ്മേ, അച്ഛനോടൊന്ന് പറയുമേ. അമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും. നീ മറ്റെന്ത് വേണമെങ്കിലും പറയൂ, ഇത് മാത്രം എന്നോട് പറയരുത്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചതാണോ ആ സ്ത്രീ ചെയ്ത തെറ്റ്? മാലിനിക്കത് മനസ്സിലാവില്ല. ഒരു വഞ്ചനയുടെ കഥയാണത്. അവർ നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല. അവരൊരു സാധു സ്ത്രീയാണ്. അതനുഭവിച്ചവൻ ഞാനാണ്. നിങ്ങൾ എന്തനുഭവിച്ചു? അനുഭവിച്ചത് മുഴുവനും ആ സ്ത്രീയാണ്. അവർ നിങ്ങളെ സ്നേഹിച്ചു. അവർക്കൊരു കുട്ടി ജനിച്ചു. വെറും സംശയത്തിന്റെ പേരിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു. ഇതല്ലേ സംഭവിച്ചത്? അല്ല മാലിനി, അല്ല. ഈ കുട്ടി ജനിക്കുന്നതിന് മുൻപാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചത്. ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നിങ്ങൾ അവരെ രജിസ്റ്റർ വിവാഹം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് അവരുമായി ബന്ധമുണ്ടായിരുന്നില്ലേ?
ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മകളാണെന്ന് ഞാൻ പറയുന്നത്. നീ പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ എന്റെ മകളാണെന്നുണ്ടോ? അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ നിങ്ങളുടെ മകൾ ആകാതിരിക്കുന്നുമില്ല. വഞ്ചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ വഞ്ചകൻ. സതി രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് അതൊളിച്ചു വെച്ച് നിങ്ങൾ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചില്ലേ? ആ സ്ത്രീ ഇപ്പൊ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ കുടുംബജീവിതം നയിക്കാനല്ല. നിങ്ങൾക്ക് അവിടെ വരെ പോയി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടുകൂടെ? മാലിനി, നീ കരുതുന്നത് പോലെ നല്ലവളല്ലവൾ. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിന്റെ ചേട്ടൻ രവിയെ വിളിച്ച് ചോദിച്ചു നോക്കൂ. അവിടുത്തെ വേലക്കാരന് പോലും അറിയാം സതി എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന്. ഓഹോ, രവിയേട്ടനായിരുന്നു ഇതിന്റെ പിന്നിലില്ലേ? രവിയേട്ടന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ലോകത്തുള്ള എല്ലാ സ്ത്രീകളുമായി സ്വന്തം കിടക്ക പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് രവിയേട്ടൻ. സതി രവിയേട്ടന് വഴങ്ങിക്കാണില്ല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രവിയേട്ടന് വേഗം കഴിഞ്ഞു. സതിയുടെ എല്ലാ ബന്ധങ്ങളും തെറ്റായിട്ട് നിങ്ങൾ കണ്ടു. സത്യം എന്താണെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഹലോ, ട്രെയിൻ ബുക്കിംഗ്. ഹലോ, ഹലോ, നീലാംബരനാണോ? അതെ, ലീലാപുരം തന്നെ. ഞാൻ മാലിന്യാണ്. നീ ഉടനെ പുറപ്പെട്ടു വിടാൻ. ഇപ്പൊ തന്നെ പുറപ്പെട്ട് വരാൻ പറ്റുന്നേ. ഓ ഓ നീ ഏതാ കുട്ടി? വിജയ്, ഇവിടെ വരൂ. നീലാംബര, രവിയേട്ടനോട് താമസിക്കാൻ തുടങ്ങിയ കാലം മുതലേ നീ അവിടുത്തെ വേലക്കാരനാണ്. സതിയെയും രവിയേട്ടനെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിനക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. സത്യമേ പറയാവൂ. അവിടെ നിന്ന് എന്തൊക്കെയാണ് നടന്നത്? പറയൂ. അയ്യോ കൊച്ചമ്മ, അവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. കള്ളം പറയരുത്. രവിയേട്ടൻ സതിയുമായിട്ട് അടുക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? രവി സാറ് സതി ടീച്ചറുമായി പ്രേമിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അതിനു മുമ്പ് വിജയൻ സാറ് പ്രേമിച്ചു പോയി. അതിൽ സതി ടീച്ചറോട് രവി സാറിന് ദേഷ്യമുണ്ടായി. എന്നിട്ട് പറയൂ. അവരെ കാണുമ്പോ രവി സാറിന് ഭയങ്കര അസൂയ. മരിച്ചുപോയ വല്യங்குന്നിന് രവി സാർ ഒരു കത്ത് എഴുതി. അത് പോസ്റ്റ് വെട്ടി കൊണ്ടിട്ടത് ഞാനാണ്. രവിയേട്ടൻ വിജയേട്ടനും സതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? കുറെ നാളത്തേക്ക് രവി സാറിന് ഇത് തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. വിജയൻ സാറിനെയും സതി ടീച്ചറെയും തെറ്റിക്കാനുള്ള പ്ലാനായിരുന്നു രവി സാറിന്. കുറെ ദിവസം പിറകെ നടന്ന് അടുക്കാഞ്ഞപ്പോ ഒരു ദിവസം രവി സാർ വഴിക്ക് വെച്ച് സതി ടീച്ചർ കയ്യെ കയറി പിടിച്ചു. അവര് കൈ വലിച്ച് ഒരടി കൊടുത്തു. അത് ഞാൻ കണ്ടതാ. ഇനി നിനക്ക് എന്തൊക്കെയോ അറിയാം. പറയൂ. വിജയൻ സാറും സതി ടീച്ചറും തെറ്റിപ്പിരിയാൻ കാരണം പ്രസാദ് സാറാണ്. എന്റെ പൊന്നു കൊച്ചമ്മ, സത്യത്തിൽ അവർ ആങ്ങളും പെങ്ങളും. വിജയൻ സാറും സതി ടീച്ചറും തമ്മിലുള്ള ബന്ധം പിടിക്കാൻ ഞാനും ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചമ്മ. രവി സാറ് പറഞ്ഞിട്ടാണ് ചെയ്തത്. പ്രസാദ് സാറും സതി ടീച്ചറും തൊട്ടതും പിടിച്ചതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിജയൻ സാറിനോട് പറഞ്ഞത് ഞാനാണ്. സത്യത്തിൽ അവർ ഫോട്ടോ എടുക്കാൻ നിന്നതാണ്. അമ്മേ, ഞാൻ നാളെ വീട്ടിൽ പോയി അമ്മയെ കണ്ടിട്ട് വരാം. പോകാം മോളെ, പോകാം. മാലിനി, പിന്നെ വേണ്ട, ചേട്ടൻ പോയിക്കോളൂ. ആരാ അയാളെ? മോൾ പുറത്തൊന്നും പോകണ്ട. ഒന്നുകിൽ മോളുടെ മുറിയിലിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ അമ്മയുടെ അടുത്തിരിക്കുക. സതി, വരൂ.
സതി, വന്നു. ഇരിക്കൂ. കാണാതെ പോകേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ഞാൻ പിരിഞ്ഞു ജീവിച്ചിട്ടില്ല. ഈ ശബ്ദവും ഞാൻ എന്നും കേട്ടിരുന്നു. ഞാൻ മറന്നിട്ടില്ല. എന്തിനാ മോളെ പറഞ്ഞയച്ചതെന്ന് മോള് പറഞ്ഞു. എനിക്കറിയാം. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. ഞാൻ ഒരാൾക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി മാത്രം. പ്രസാദ് ചേട്ടൻ എനിക്കെന്റെ സ്വന്തം ചേട്ടനെ പോലെയായിരുന്നു. വിജയ് നമ്മുടെ മോളാണ്. എന്നോട് ക്ഷമിക്കൂ സതി. മതി, എനിക്ക് തൃപ്തിയായി. മോളെ ദുഃഖിപ്പിക്കരുത്. സതി, സതി. വിജയേട്ടാ, ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. സതി, എനിക്ക് കുറച്ച് വെള്ളം വേണോ? സതി.
പറ്റി